ഹലോ ഗായ്സ്, നമ്മളിന്ന് കാരവലി ഉത്സവത്തിന് പോവാണ് ഗൈസ്. നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ അതേ കളറിൽ ആഷ്ലി ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ ഗൈസ്. ഞങ്ങൾ പോയത് നമ്മുടെ കോളേജ് ബസ്സിലാട്ടോ. കോളേജ് ബസ് നമ്മളവിടെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു പോന്നു കേട്ടോ. നമ്മൾ ചെന്ന് കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരും എടുത്ത് കൂട്ടിയിട്ടോ. അങ്ങനെ കുറച്ച് ബാക്കിയുള്ള പിള്ളേരും കൂടി വന്നു. അപ്പോൾ വടനാൻറ്റി പറഞ്ഞായിരുന്നു നമ്മളോട് കയറരുത്, എങ്ങാനും മിസ്സായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളോട് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ അവർ വന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയത്. ഏകദേശം നമ്മളൊരു 100 പേരുടെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും എൻ്റെ ബാച്ചും ജൂനിയേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ലാസ്റ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഒടുക്കത്ത് ക്യൂ. നമ്മൾ ഇത്രയും പേരുണ്ടായിരുന്നല്ലോ. അങ്ങനെ 7 മണിയായി നമ്മളത് കയറിപ്പോൾ. അങ്ങനെ ഞങ്ങൾ ജെയിൻറ്റുവിൽ കയറാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ പോയി സാധനം പിടിച്ചു കേട്ടോ. ബാക്കിലുണ്ടായിരുന്നു ബാക്കി എല്ലാവരും. നമ്മുടെ പഠനാന്റിനെ പിടിച്ചൊരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ജെയിൻറ്റുവിൽ കയറി കേട്ടോ. കിളി പോയി നിൽക്കാണ് ഗൈസ്. ഗുഡ് എക്സ്പീരിയൻസ് ഗൈസ്. തല കറങ്ങുന്നു ഗൈസ്, തല കറങ്ങുന്നു. 2 പേര് വഞ്ചിയിൽ കയറാൻ വേണ്ടി നിൽക്കണ്ടോ, കാണിച്ചു തരാം. ഇന്ന് ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ കരഞ്ഞിട്ട് വരണതാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ആ അതെ അതെ അതെ, ജൂനിയേഴ്സ്. ആൻറ്റി പോണ്ടാ? ഇല്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാ. അയ്യോ. അങ്ങനെ അതേ കയറിയിരുന്ന് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കാണാം കേട്ടോ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ അനുഭവിച്ചതിൽ. അനിമൽ നല്ലോണം കരഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒന്നും പറയാലോ. ബലൂൺ ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. യു ക്യാൻ. ഒരെണ്ണം പോലും മുട്ടൂലാട്ടാ, പിന്നെ എന്നെ കളിയാക്കരുത്. ഇല്ല ഇല്ല, യു ക്യാൻ. അയ്യോ മൂഞ്ചി. 3G. പിന്നെ നമ്മളൊരു പൊട്ടാറ്റോ ട്വിസ്റ്റർ മേടിച്ച് തിന്നാന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിട്ടോ. അവൻ്റെ മേക്കിങ് നോക്കി നിൽക്കാനായിരുന്നു ഞാൻ മെയിനായിട്ട് അവിടെ അവൻ ഉണ്ടാക്കണോടത്തും അവൻ്റെ പോയി നിന്നത്. എന്താ സ്പീഡ് അവൻ്റെ ഉണ്ടാക്കൽ. നേരെ എടുത്തു, മുക്കി ഇട്ടു, പൊരിച്ചു. ഇതേ കുറേ എന്തോ മസാലയൊക്കെ ഇട്ടു വെതറി. അതിൻ്റെ മുകളിലൊരു കോട്ടിങ്, ഒരു കോട്ടിങ് അല്ല, ഒരു വര അത്രയും മയോണൈസ് തേച്ചു. ഇതേ നമ്മുടെ കയ്യിൽ കാണുന്ന സാധനം തന്നു. ആഷ്ലി തിന്നിട്ട് വായ പൊള്ളിട്ട് നിൽക്കണതായിട്ട് കാണുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഓരോ സ്റ്റാളുള്ളടത്തേക്കണേ ഞങ്ങളിങ്ങനെ നടന്നു. കുറേ ദൂരം നടന്നു കേട്ടോ, വയ്യാണ്ടായി ലാസ്റ്റ്. അപ്പോൾ നോക്കിയപ്പോൾ ഇതേ ഒരു കൊച്ചു തലയിൽ ഉണ്ടൊക്കെ ഇട്ടിട്ട് വന്നേക്കണ് ഗൈസ്. കന്നഡക്കാരുടെ എന്തോ പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും മനസ്സിലാവണില്ല. അതുകൊണ്ട് നമ്മൾ അന്തം വിട്ട് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ മാംഗ്ലൂർ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് കോളേജിൽ നിന്ന് കൊണ്ടുപോണേ. അങ്ങനെ നമ്മൾ എന്താണ്ടൊക്കെ കണ്ടു, എന്താണ്ടൊക്കെ തിന്നു. അങ്ങനെ അവിടെ ഒരുത്തൻ പാട്ട് പാടുന്നു, എന്താ പോലും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. നമ്മുടെ 2-3 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. ഇത് എൻ്റെ ഫാൻസ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നേക്കണാണ് ഗൈസ്. ഹായ് ഗൈസ്. നമ്മൾ ദാഹിച്ചിട്ട് ലാസ്റ്റ് ഒരു നാരങ്ങ സോഡ മേടിച്ച് കുടിക്കണം ഗൈസ്. പക്ഷെ തീർത്ത് സഹിക്കാൻ പറ്റാത്തത് തേക്കണ്ടോ, അവിടെ ഒരു ഗാനമേളയാണ് ഗൈസ്. വേറെ ലാംഗ്വേജ് ആയിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മ ഇങ്ങനെ കേൾക്കുക, അവര് കൈയടിക്കാൻ പറയുമ്പോ നോക്കി നിൽക്കുക. അതാണ് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മള് സമയം കിട്ടുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ആനന്ദകരമായിട്ട് ചെയ്തോണ്ടിരിക്കുക. പിന്നെ നമ്മൾ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയി ഇരുന്നിട്ട് ആ ഗാനമേള കേൾക്കണ പോലെ കുറച്ച് നേരം അഭിനയിച്ച് അങ്ങോട്ട് ഇരുന്നു, ആസ്വദിച്ച് കേൾക്കുന്ന പോലെ അങ്ങോട്ട് ഇരുന്നു. സത്യം പറഞ്ഞാൽ അൺസഹിക്കബിളായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റണുണ്ടായില്ല. പിന്നെ നമ്മളൊരു ഗുഹയിൽ കയറി. അമ്മേ, ആലിൻ്റെ സാധനങ്ങളൊക്കെ തലേക്കട അടിക്കുന്നു. നമ്മളേതോ ആലിൻ്റെ ചൂട്ടിലാണ് എത്തിക്കണ.
ദേ പോടാ ആൻഡ്രൂസ്. ആൻഡ്രൂസ് പോ വീട്ടിൽ കയറ്. ഗായ്സ് ദേ ആൻഡ്രൂസ് കൂട്ടുകാരി ചീങ്കണ്ണി, എന്റെ കൂട്ടുകാരി ചീങ്കണ്ണി അനീന. പക്ഷെ തവള എന്നെ കൂട്ടില്ലേ മാറി മുതലാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അയ്യോ അതെ നേത്രാവതി പീക്കിട്ടാ. നമ്മൾ മാംഗ്ലൂർക്ക് വരണേൻ്റെ അവിടെയാണ് നേത്രാവതി. ബാക്കിയൊന്നും എനിക്കറിയില്ല. ഗായ്സ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നടന്ന് അതേ 2 കാള. ആഷ്ലിയുടെ വീട്ടിലുള്ളതാണ്. അവള് വാടകയ്ക്ക് കൊടുത്തേക്കണതാ. അത് അവളെ വീട്ടിലെ പണിക്കാരൻ. ഇത് ആൻഡ്രോസ്, ഇത് മരിയ, ഇത് ആഷ്ലി. എന്താ കുഞ്ഞിഞ്ഞ് നിൽക്കണ നിങ്ങൾ നടുവിനൊരു പ്രശ്നം എങ്ങനെയുണ്ടോ? ഭൂമിചന്ദ്രൻ പറഞ്ഞുതരാം. ഗൈസ് ഇനി ഇത് അവര് നെല്ല് കൊയ്തു കേട്ടാ ഗൈസ്. നെല്ല് കൊയ്ത് അവര് വൈക്കോലാക്കിയിരിക്കുകയാണ് അവര്. പിന്നെ നമുക്ക് സൂപ്പർ സാധനങ്ങളുണ്ട്, കാണിച്ചു തരാം. പാവം മണ്ണിന്ന് അനങ്ങാൻ പറ്റുള്ള പാവത്തിന്. പിന്നെ ഉണ്ട് ഇതേ മുട്ടിട്ട് കിടക്കണേ. അയ്യോ മുട്ടതെ സൂക്ഷിച്ചു വെച്ചേക്കണ്. പിന്നെ ഇവൻ സീനാട്ടോ, ഇവൻ സൂപ്പറാണ്. ഇവൻ ആടുകയൊക്കെ ചെയ്യും. ബലൂണാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് തൊട്ട് നോക്കും ഇങ്ങനെ. അത് ബലൂണാണ്. ഇത് പറ്റി പീസ. അതിലുണ്ട് ഗൈസ്. ഇത് നമ്മുടെ അയ്യോ എടി നമ്മുടെ അവിടെ താനുള്ള പേര് പറഞ്ഞേ. അത് ഗുരുവായൂർ കേശവൻ. അതെ അതിലും സെറ്റ് സാധനം. ഞാൻ കണ്ടു. അങ്ങനെ നമ്മുടെ ഫുൾ വ്യൂ കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ പിന്നെയും എക്സിറ്റിലേക്ക് എത്തിയിരിക്കണേ. ഒന്ന് പാട്ട് പാടി മനുഷ്യനെ വെറുപ്പിച്ചോണ്ടിരിക്കുന്നത് ഗായ്സ്. ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ. ആ സൈഡ് മൊത്തം സ്റ്റാളാണ്, ഈ സൈഡ് മൊത്തം സ്റ്റാളാണ്. അത് എക്സിറ്റ്. പിന്നെ ഇത് ഞാനാണ് കേട്ടോ, കണ്ടാലറിയാലോ. ഗൈസ് ഇതാണ് നമ്മുടെ ആൻറ്റിയുടെ മോള് റൈനു. ഏത് നമ്പറിലൊക്കെ വീഴും അത് ടോട്ടൽ ചെയ്താൽ എത്ര നമ്പർ വരും അത് കിട്ടും നിനക്ക്. ഓ ഗൈസ് അവക്കതേ എനിക്കൊരു ബ്രഷും ഇതും കിട്ടി കേട്ടോ. കത്തിയാണ് ഗൈസ് ആൻഡ്രോസിന് കിട്ടിയിരിക്കുന്നത്. കത്തി നമുക്ക് കിട്ടിയ കത്തി മാറ്റിയിട്ട് ഒരുത്തി ഉള്ളിക്കൊട്ട മേടിച്ചോണ്ട് വന്നിരിക്കണം. നമുക്ക് ഉള്ളി ഇടാൻ വേണ്ടിട്ട് ചെയ്യാനില്ല. നമുക്ക് പോയിട്ട് ആപ്പിൾ ചെത്താനുള്ള സാധനം കൊണ്ട് ഒരു ഉപകാരമില്ല. അതുകൊണ്ട് നമ്മള് ഉള്ളിക്കൊട്ട മേടിച്ചിരിക്കുന്നത്. ഗായ്സ് നമ്മുടെ മരിയെ മേടിച്ചാണ് ഗൈസ്. പക്ഷെ നമ്മുടെ കയ്യിലാണ്. ഗെയിം കളിച്ച് ഒരുത്തി മേടിച്ച് ഒരുത്തിക്ക് സമ്മാനം കിട്ടിയതാണ്. 50 രൂപയ്ക്ക് കിട്ടിയതാണ് ഗൈസ്. 50 രൂപയുടെ ഗെയിം കളിച്ച് ഇതേ സാധനം വരണ എൻ്റെ അറ്റത്തേക്ക് നോക്കിക്കോട്ടാ. 3 ചെക്കന്മാര് ഗൈസ്. പൈസ എത്ര എന്ന് പറയാണ്ട് അവൻ തന്നെ ഉണ്ടാക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവന് പൈസ എന്ത് ചെയ്യും? എടുത്ത ഡ്രസ്സ് നോട്ടെ എന്തൊക്കെ വെച്ചുണ്ടാക്കിയതാണോ ആവോ. കൊള്ളാവോ ഗൈസ്? നമുക്ക് കുറച്ച് നേരം കൂടി ഉണ്ട് കയ്യിൽ. അതുകൊണ്ട് നമ്മൾ വേഗം ഒന്നും കൂടി ഗെയിം കളിക്കാൻ പോവാണ് ഗൈസ്. നല്ല സ്പീഡിലാണ് ഗൈസ് പോകുന്നത്. നമുക്ക് മറ്റേ തന്നെ പരീക്ഷിക്കാം ഗൈസ്. നമുക്ക് പ്രാന്താണ് ഗൈസ്. നോക്കൂ പിന്നെയും കളിക്കാൻ പോകണം. आप इधर ही हो, इधर से ही हो? हाँ मैं इधर से ही हूँ. क्या आप तुम टीचर हो क्या? नहीं मैं स्टूडेंट हूँ. इनका वार्डन है ना, उनकी बेटी हूँ. इधर उधर മനസ്സിലായില്ല ഗൈസ്. नहीं फिर ये सब लोग इधर हॉस्टल में रहते हैं. इधर ही मैंगलोर में ही. हाँ आपके फादर मॉडल मदर 17 17. അയ്യേ അത് വേണ്ട ചോറിന് സാധനം മേടിച്ചു. ചൊറിയണ സാധനമാണ് ഗൈസ് കിട്ടിയത്.
എന്നൊക്കെ പറയില്ലേ, ഇതേ പിന്നെയും ചെയ്യണം. Brother, 25. എന്താ 25 എന്താ? വൈപ്പറാ വൈപ്പറ്. അയ്യോ വൈപ്പർ വേണ്ട ചേട്ടാ. ആ പൂച്ചേനെ തരുമോ? അല്ലെങ്കിൽ ബ്രഷ് മതി. കളിച്ച് ജയിച്ചവർ തമ്മിൽ തല്ലുണ്ടാക്കുന്ന കേസ്, അത് ഊതാൻ വേണ്ടി. വേറെ ഒരെണ്ണം കൊണ്ട് തല മാന്താ നിൽക്കണ ഒരുത്തി. ഗൈസ് പ്രാന്താണ് ഗൈസ്, എല്ലാവർക്കും പ്രാന്താ. കണ്ട പുറഞ്ചെറിയണ സാധനം കൊണ്ട് വരെ തോണ്ടി പൊട്ടിക്കുന്നു ഗൈസ്. 50 രൂപ എടുത്ത് കളിച്ച് മേടിച്ച സാധനമാണ് ഗൈസ്. ലാഭമാണ്, ബാക്കിയൊക്കെ നമുക്ക് പൈസ പോയി. ഇത് യൂസ്ലെസ് ആണ്, എന്നാലും കുഴപ്പമില്ല. അതവൾ തലചൊറിയാൻ ഉപയോഗിക്കും ഗൈസ്. മത്സരാർത്ഥികൾ ഒന്നിച്ചിരിക്കുന്നു ഗൈസ്. അടിയുടെ അവസാനം ഒന്നിക്കലായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മള് കാരവലി ഉത്സവത്തിന്റെ എക്സിബിഷൻ നമ്മൾ മൊത്തം കണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിനി തിരിച്ചു പോകണം ഗൈസ്. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകണം ഗൈസ്. ഇതിപ്പോൾ സമയം രാത്രി 10:07 ഗൈസ്. നമ്മൾ ഇപ്പോഴും പോയിട്ടില്ല, തിരിച്ചു പോയിട്ടില്ല. നമ്മളിവിടെ പരിപാടികൾ വരെ ലേറ്റ് സാധനങ്ങൾ വരെ ഓഫ് ചെയ്ത് തുടങ്ങി. പക്ഷെ നമ്മളിപ്പോഴും ഇവിടുന്ന് പോയിട്ടില്ല ഗൈസ്. വണ്ടി കിട്ടണില്ല, ബസ്സൊന്നും ഈ നേരത്ത് വലിയ കാര്യമായിട്ട് കിട്ടാനില്ല. സോ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചാണ് എല്ലാവരും പോണത്. 10-80 പിള്ളേരെ എത്ര ഓട്ടോറിക്ഷകൾ വിളിച്ചാലാ. സോ ഓട്ടോറിക്ഷകൾ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളായിട്ട് ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. എന്തിനാ വെറുതെ നേരത്തെ ഹോസ്റ്റലിൽ കയറിയിട്ട്. അതുകൊണ്ട് 6 മണിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതാ. 10:15 ഇപ്പോൾ ലേറ്റ് പിടിച്ചു കളിക്കുന്നത്. അങ്ങനെ നമ്മൾ കാരവലി ഉത്സവത്തിൻ്റെ എക്സിബിഷൻ നമ്മൾ മൊത്തം കണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിനി തിരിച്ചു പോകണം ഗൈസ്. ഓക്കെ ബൈ ഗൈസ്. ഇനി നമുക്ക് പുറത്ത് നിന്ന് നമ്മുടെ ബാക്കി എല്ലാ ബാച്ചിലുള്ള എല്ലാവരും മീറ്റ് ചെയ്യും ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം ഗൈസ്. എവിടെ ആൻറ്റി എവിടെ? നമ്മൾ തിരിച്ചു പോകണം ഗൈസ്. ഹോസ്റ്റലിൽ എത്താറായി ഗൈസ്. നമ്മൾ നടക്കാൻ പോകണം ഗൈസ്. അയ്യോ ഇത് മോരും വെള്ളം കുടിക്കണേ.